ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഞാൻ ലുക്ക് മാറിയില്ലേ, കുറേ ദിവസമായി വീട്ടിൽ തന്നെ ഇരിക്കണതുകൊണ്ട് പുറത്തിറങ്ങാണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ തൊട്ട് ഞാൻ പറയുകയും ചെയ്തു ഡെയിലി വീഡിയോ ഇടാമെന്ന്. ആൻഡ് ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ജംഗ്ഷൻ വരെ പോവുക. അപ്പോൾ സീരിയസ്ലി വീഡിയോ ഇടാൻ കണ്ടൻ്റ് ഒന്നും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റോഡ് വരെ പോകുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഒന്നുമില്ല, കുറേ ദിവസമായി പുറത്തൊക്കെ ഇറങ്ങിയിട്ടേ. അപ്പോൾ ഒന്ന് ജംഗ്ഷൻ വരെ പോവുക, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ആൻഡ് അവിടുത്തെ ജംഗ്ഷനിലൊരു കുഞ്ഞു ഹോട്ടലുണ്ട്, അവിടെ പോയി എന്തെങ്കിലും ഫുഡ് അടിച്ചിട്ടൊക്കെ വരാമെന്നുള്ളൊരു പ്ലാനിലാണ്. നോക്കാം, വാ. ഗൈസ്, എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ വൈനശാല ക്ലബ്ബ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നതാണ് ഇവിടുത്തെ അംഗൻവാടി കെട്ടിടം. പണ്ട് ഞാൻ പഠിക്കുമ്പോഴൊക്കെ ഓട്ട് വരികയായിരുന്നു, ഇപ്പോൾ ടെറസാക്കിയതാ. ആൻഡ് ഹലോ, അംഗൻവാടിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഫുൾ വയൽപ്പകടം. ഇങ്ങനെ നടന്ന് ഒരുപാട് ദൂരം പോകാനുണ്ട്. അടിപൊളി വെയിലാണ് ഗൈസ്. ഇതെൻ്റെ അമ്മയുടെ കൈയാണ്. അമ്മനെ നമുക്ക് തൽക്കാലം ക്യാമറയിൽ കാണിക്കാൻ പറ്റില്ല. ജംഗ്ഷൻ ഏകദേശം 1.5 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. ഇടയിൽ കൂടെ ഒരു റെയിൽവേ ക്രോസ് പോണതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വണ്ടിയൊന്നും വരാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെ ഒരു ടോപ്പിക് വീഡിയോ ഇട്ടത് കൊണ്ടാണ് എൻ്റെ ചാനൽ, നമ്മൾ തുടക്കത്തിലൊക്കെ ആ ഒരു ടോപ്പിക്കായിരുന്നു നമ്മുടെ ചാനലിൽ ഇട്ടുകൊണ്ടിരുന്ന കണ്ടൻറ്റ്. ഒരു കോഴി കേസ്. അപ്പോൾ എന്താ, നമ്മുടെ ഇപ്പോൾ റെയിൽവേ ട്രാക്ക് കാരണം ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി, വണ്ടികൾക്കൊന്നും വരാൻ പറ്റില്ല. പിന്നീട് ഇങ്ങോട്ടൊരു ടണൽ, അതായത് റെയിൽവേ ട്രാക്കിൻ്റെ അടിയിലൂടെ ഒരു ടണൽ വരുന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. പിന്നെ നമുക്കത് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഗവൺമെൻറ്റിൻ്റെ പണി ആയതുകൊണ്ട് ഭയങ്കര ലാഗായിരുന്നു. ഇപ്പോൾ ഒരു വിധത്തിൽ മെയിനായിട്ടുള്ള വർക്കൊക്കെ കഴിഞ്ഞ് വണ്ടി വരാറായി. പക്ഷേ മഴക്കാലം തുടങ്ങിയപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായി ഗൈസ്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളവിടെ എത്തണേ ഉള്ളൂ, എന്നിട്ട് കാണിച്ചു തരാം. നമ്മളങ്ങനെ റെയിൽവേ ട്രാക്ക് എത്താറായി. സാധാരണ ഇവിടെയൊക്കെ സ്ഥിരമായി ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്, പക്ഷേ ഇപ്പോൾ അവരെയൊന്നും കാണാറില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ പറയും, അതാരാണ് അവിടെ കുറേ പേര് ഇരുന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയും. ഈ സ്ഥലത്തൊക്കെയാണ് അവരുടെ മെയിൻ പൊസിഷൻ. 1-2 പേരുണ്ടാവും, ഇപ്പോൾ അതിനെയും കാണാനില്ല. എന്ത് പറ്റിയെന്നറിയില്ല. ഓക്കെ, പെയ്ത ബൈ. അങ്ങനെ നമ്മൾ റെയിൽവേ ട്രാക്ക് എത്തി ഗൈസ്. ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ പുറകിൽ കാണുന്നുണ്ടോ, ഇതാണ് നമ്മുടെ റെയിൽവേ ട്രാക്ക്. പക്ഷേ ട്രാക്കിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മുടെ ടണൽ വരുന്നത്. മെയിൻ പണി, അതായത് ഈ ടണൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് അതിൽ റോഡ് കോൺക്രീറ്റ് ചെയ്യുക, അതുപോലെ ഈ ടണലിൻ്റെ 2 സൈഡും, അതായത് അപ്പുറം ഇപ്പുറം ഈ റെയിൽവേ ട്രാക്കിൻ്റെ ആ സൈഡും ഈ സൈഡും റോഡ് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ടണൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പാടത്തിൻ്റെ ഭാഗത്താണ്. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ആ പാടത്തിൻ്റെ ആ സൈഡാണ് നമ്മൾ ടണൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മഴ തുടങ്ങിയപ്പോൾ ഈ 2 സൈഡത്തെയും വെള്ളം ഫുള്ള് അതിൽ കെട്ടിക്കിടക്കുക. അതുകൊണ്ട് എന്താ, വണ്ടികൾക്കൊന്നും വരാൻ പറ്റുന്നില്ല. അതായത് ഈ ലോറി, ഓട്ടോ അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ കുഴപ്പമില്ല. ടൂ വീലറിനാണ്, അതായത് മെയിനായിട്ട് ഈ സ്കൂട്ടർ പോലുള്ള വണ്ടികൾക്കൊക്കെ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ട്. കാരണം അത്രയ്ക്കും വെള്ളം കയറി കിടക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടില്ലേ, ഇവിടെ ഫുൾ ചളിയാണ്. നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. അവിടെയാണ് നമ്മുടെ ഏരിയ. കാണിച്ചു തരാം. അവിടെയാണ് നമ്മൾ ഇപ്പോൾ വന്ന അംഗൻവാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോണ ടണലാണ് ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നോക്ക് ഗൈസ്, ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ടണൽ. പക്ഷെ അതിൻ്റെ അകത്ത് ഫുള്ള് വെള്ളമാണ് ഗൈസ്. കണ്ടോ, ഇതാണ് അവസ്ഥ. അതായത് പണി ഓൾമോസ്റ്റ് തീരാറായിക്കൊണ്ടിരിക്കണം. പക്ഷേ ഈ ഭാഗത്തു നിന്നുള്ള വെള്ളം അങ്ങനെ ഒഴുകി അങ്ങോട്ട് ഇറങ്ങും. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും. എന്താ ചെയ്യാം, കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ നമ്മുടെ ടണൽ. അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു, ഒക്കെ വേണ്ട,
അങ്ങോട്ട് പോകണം, പക്ഷെ വെള്ളം കാരണം പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി നമുക്ക് നേരെ തിരിച്ച് റൂട്ടിലേക്ക് തന്നെ പോകാം. കാരണം ഒന്നാമത് എനിക്ക് അധികം വെയിലത്തൊന്നും നടക്കാൻ പറ്റില്ല. അതൊക്കെ എന്തൊക്കെയാണ് കുറേ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നല്ല വെയിലാണ്. ഇന്നെന്തോ ഭാഗ്യത്തിന് വെയിലുണ്ട്, മഴയില്ല. മഴ വരുമ്പോഴേക്കും പോയിട്ട് വരണം. പക്ഷെ കുട മസ്റ്റാണ്. വെയിലാണെങ്കിലും മഴയാണെങ്കിലും നമുക്ക് കുട വേണം. ആൻഡ് നമുക്ക് പോയിട്ട് വരാം. ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് വരുന്നില്ലേ, ഇതാ വണ്ടി വരുന്നുണ്ട്. ആ ഒരു പോർഷനാണ് ഈ കമ്പി. ഈ കമ്പി താഴ്ത്തിയതിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ സ്ഥലം. ഇതിൻ്റെ അപ്പുറം റെയിൽവേൻ്റെ സ്ഥലമാണ് കേട്ടോ. ഇതിലാണ് നമ്മുടെ റോഡ്. ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട്, ഓക്കെ, ഇവിടെ നിന്ന് അങ്ങനെ പോയിട്ട് ആ ടണലിൽ കൂടെ അപ്പുറത്തോട്ടെത്തും. ഈ റെയിൽവേൻ്റെ ഈ സൈഡൊക്കെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ അപ്പുറത്തുള്ള ആൾക്കാരുടെ വണ്ടിയാണ്. ആൻഡ് എൻ്റെ വണ്ടിയും ഇവിടെ തന്നെയുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നടന്നു പോകുന്നത് കൊണ്ട് വണ്ടി എടുക്കുന്നില്ല. കണ്ടോ, ഇതാണ് എൻ്റെ വണ്ടി, ജുപ്പിറ്റർ. കേസ് അങ്ങനെ നമ്മൾ ജംഗ്ഷൻ എത്തി. അപ്പം തന്നെ വണ്ടികളുടെ സൗണ്ടൊക്കെ കേൾക്കും. ഇതാണ് മെയിൻ റോഡിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്ന എൻട്രൻസ്. ഇവിടെ തന്നെ പോർച്ചുഗലിൻ്റെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ ഫാൻസ്. ഇല്ല. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. ഇത് ഗുരുവായൂർ, ഷൊർണൂർ, ഒറ്റപ്പാലം റോഡ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഡയറക്റ്റ് പാലക്കാട്. ആൻഡ് ഇത് എൻ്റെ വീട്ടിലേക്ക് പോകണ വഴി. അപ്പോൾ നമ്മൾ പാലക്കാട് തേനൂരെത്തി, ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഒന്നുമില്ല, കുറച്ച് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെയുള്ള പരിപാടി. അമ്മ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കോ. ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന കട, മനുവേട്ടൻ്റെ കട. അതാ അടിച്ചു വരുന്ന ആളാണ് മനുവേട്ടൻ. ഇതാണ് തേനൂരിലെ ബസ് സ്റ്റോപ്പ് കേട്ടോ. ഞാൻ ജനിച്ചിട്ട് എൻ്റെ ഓർമ്മയിൽ ഇതാദ്യമായിട്ടാണ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ്. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ബസ് കാത്ത് നിൽക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഇല്ല. ഞാൻ എപ്പോൾ വണ്ടി വാങ്ങിയോ അപ്പോൾ ബസ് സ്റ്റോപ്പും വന്നു. ലോകകപ്പിൽ മുത്തമിട്ട് നിൽക്കുന്ന മെസ്സി. ഇവിടെ തന്നെ PVK ബ്രദേഴ്സിൻ്റെ നെയ്മറുടെ ഫ്ലക്സും ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേൾഡ് കപ്പും പിടിച്ച് നിൽക്കുന്ന മെസ്സിയുടെ ഫ്ലക്സും ഉണ്ട്. സോമേട്ടൻ്റെ കട തുറന്നിട്ടുണ്ടോ നോക്കാൻ വന്നതാണ് ഗൈസ്. തുറന്നിട്ടില്ല. ഇപ്പം എന്ത് ചെയ്യും, ഇവിടെ വേറൊരു ഹോട്ടലും കൂടി ഉണ്ട്, അവിടെ നോക്കാം. അതായത് ഞാൻ പൊതുവെ പുറത്തിറങ്ങുമ്പോൾ പാലക്കാടൊക്കെ പോയാലും അത്യാവശ്യം നല്ല ഹോട്ടലിൽ നിന്ന് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ആളാണ്. ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാണ്ടായപ്പോൾ ഭയങ്കര ഒരു വീട്ടിലിരുന്നിട്ട് ഒട്ടുന്നില്ല. വീട്ടിലത്തെ ചോറും കറിയും കഴിച്ചിട്ട് അതൊരു ടേസ്റ്റാണ് അമ്മ വയ്ക്കുന്ന ഫുഡ്. പക്ഷേ എന്നാലും ഈ പരിസരത്ത് നല്ല ഹോട്ടലുകളൊന്നുമില്ല ഗൈസ്. ഞാനാകെ കുടുങ്ങിയിരിക്കുകയാണ്. അറിയില്ല, തേനൂരാകെ 2 ഹോട്ടലുണ്ട്, രണ്ടും തുറന്നിട്ടില്ല ഗൈസ്. സോ ഇനി നമ്മൾ കടയിൽ നിന്ന് ഇതിൽ സാധനം വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ പോയിരുന്ന് കഴിക്കേണ്ടി വരും തോന്നുന്നു. ഇതാണ് എൻ്റെ നൊസ്റ്റു. അതായത് ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഈ കടയിൽ നിന്നുണ്ട്. ഇതൊരു ചായക്കടയായിരുന്നു, ഒരു ഹോട്ടലായിരുന്നു. കൃഷ്ണ ഹോട്ടൽ, ശ്രീകൃഷ്ണ അല്ലേ, ഇവിടുത്തെ ഒരു കൃഷ്ണൻ അപ്പൂപ്പൻ്റെ ഹോട്ടലാണ്. ആളുടെ മകൻ്റെ കടയാണിത്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. ഇവിടെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ നല്ല ഉണ്ണിയപ്പം ഉണ്ട്, ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചോളൂ. നമുക്ക് ഇതിൽ നിന്നൊരു പാക്കറ്റ് എടുക്കാം. നമ്മൾ വന്ന കാര്യം നടന്നില്ല. ഇവിടുത്തെ 2 ഹോട്ടൽ തുറക്കാത്തതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കേണ്ട കാര്യം. മാവ് വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ പോയിട്ട്
ദോശ ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഓക്കെ, ബാക്കി നാളെ സംസാരിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.